പശ്ചിമേഷ്യ യുദ്ധമുനമ്പിൽ ഇസ്രയേൽ ഇറാൻ പോര് കനക്കുന്നു. രണ്ടാം രാത്രിയും ആകാശത്ത് തീമഴ. ഇറാനിൽ മരണം 100ഓളം. 10 ഇസ്രയേലികളും കൊല്ലപ്പെട്ടു. ഇറാൻ അടങ്ങിയില്ലെങ്കിൽ സർവ്വസന്നാഹവും ഇറക്കി നേരിടുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നിലമ്പൂർ വോട്ട് ചെയ്യാൻ 4 ദിവസം മാത്രം. പശ്ചിമേഷ്യൻ സംഘർഷവും ജമാഅത്തെ ഇസ്ലാമിയും അവസാന ലാപ്പിലെ പ്രചാരണ വിഷയം. കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്. അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ്. PV അൻവറിന് വോട്ട് ചോദിക്കാൻ ടർഫിൽ ക്രിക്കറ്റ് കളിച്ച് യൂസഫ് പഠാൻ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ 3 മണിക്ക്. മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വർദ്ധിപ്പിക്കും തന്നെയാണ്. ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി. നിലമ്പൂരിന്റെ പ്രചാരണ വേദിയിൽ പരാമർശം. തീരുമാനം ഉചിതമായ സമയത്തുണ്ടാകും. ഔദാര്യമല്ലെന്നും സ്വരാജിന്റെ നാട്ടിൽ പിണറായിയുടെ പ്രസംഗം. നാടെങ്കും തോരാമഴ. കോട്ടയം ചുങ്കത്ത് കൂറ്റൻ മരം റോഡിൽ കടപുഴകി വീണു. മലപ്പുറം കോട്ടക്കലിൽ വീട് തകർന്നു. കോന്നിയിൽ കാണാതായ ആളുടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തി. ഉരുൾപൊട്ടൽ ഭയന്ന കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മംഗളൂരുവിലും കനത്ത മഴയും മഴക്കെടുതിയും. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 2 ദിവസം മുൻപ് കാണാതായ വീട്ടമ്മയെ കൊന്നു കുഴിച്ചിട്ടെന്ന സംശയം. 2 പേർ കസ്റ്റഡിയിൽ. പോലീസ് പരിശോധന നടത്തിയത് രക്തക്കറ കണ്ടെന്ന് അയൽവാസി പള്ളി വികാരിയെ അറിയിച്ചതിനെ തുടർന്ന്. കരമനയിൽ ഭർത്താവിനെ കൊന്ന ഭാര്യ ജീവനൊടുക്കി. എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ കുളിപ്പിക്കാൻ എത്തിച്ച വളർത്തുപൂച്ചയെ കൊന്നെന്ന് സംവിധായകൻ നാദിർ ഷായുടെ പരാതി. ഡോക്ടർ ഇല്ലാതെ അനസ്തീഷ്യ നൽകി. കഴുത്തിൽ കെട്ടിവലിച്ചെന്നും ആക്ഷേപം. പൂച്ച ചത്തത് സെഡേഷൻ മൂലമല്ലെന്ന് ഡോക്ടറുടെ വിശദീകരണം. കെനിയയിൽ അപകടത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 5 പേരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ജന്മനാടുകളിൽ. മരിച്ചത് പാലക്കാട് മണ്ണൂർ, മാവേലിക്കര, മൂവാറ്റുപുഴ സ്വദേശി. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനും ശക്തമായി തിരിച്ചടിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ 8 പേർ കൊല്ലപ്പെട്ടു. പിന്നാലെ ഇറാനിലെ ഷെഹ്റാൻ എണ്ണശേഖരണ കേന്ദ്രത്തെ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമിച്ചു. ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. അതേസമയം ഇറാൻ ആക്രമണം തുടർന്നാൽ സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയുമായി രംഗത്തിറങ്ങുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തി. മൂന്നാം ദിനവും സംഘർഷത്തിന് യാതൊരു വിധായവുമില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ വർഷിക്കുന്നു. ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ടെലവീവിലും വടക്കൻ ഇസ്രയേലിലെ ഹൈഫയിലും തംറയിലുമെല്ലാം ഇറാൻ ആക്രമണം നടത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരുടെ എണ്ണവും ക്രമാതീതമായി ഉയരുകയാണ്. കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്നു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ജനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ജനവാസ മേഖലകൾക്ക് പുറമെ ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു. ഇസ്രയേലിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും ഇറാൻ ആക്രമിച്ചെന്നാണ് വിവരം. നേരത്തെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയുമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇന്ന് എണ്ണപ്പാടങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു ഇസ്രയേലിന്റെ പ്രത്യാക്രമണം.
ബുഷഹർ പ്രവിശ്യയിലെ പാഴ്സ് റിഫൈനറിയാണ് ആക്രമിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖൊസ്രോ ഹസാനിയും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്കയുമായി ആണവ ചർച്ച ഉണ്ടാകില്ലെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയിലും തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിക്കെതിരായ വിമർശനവും ഇറാൻ അറിയിച്ചു. IAEA-യുടെ പ്രമേയം ഇറാന്റെ ആണവോർജ്ജ പദ്ധതികളെ തകർക്കുന്ന സയനിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതെന്നാണ് ഇറാന്റെ ആരോപണം. അതേസമയം ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ വരും നാളുകളിൽ ഉഗ്രാക്രമണമാണ് നടത്തുകയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. בזמן הקרוב ביותר אתם תראו את מטוסי ישראל, את חיל האוויר של ישראל, הטייסים שלנו, מעל שמי טהרן. ഇസ്രയേലും ഇറാനും യുദ്ധപാതയിലേക്ക് നീങ്ങരുതെന്നും സമാധാനം കാത്തുസൂക്ഷിക്കണമെന്നും ലയോ 16 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. Si è gravemente deteriorata la situazione in Iran e Israele in un momento così delicato. അതിനിടെ ഇസ്രയേലിനെ സഹായിക്കാനായി മധ്യപൂർവ്വ ദേശത്തേക്ക് US യുദ്ധക്കപ്പലുകളുടെയും സേനാവ്യൂഹങ്ങളുടെയും നീക്കം തുടങ്ങിയതായും വിവരമുണ്ട്. ഇറാൻ ആക്രമണം തുടർന്നാൽ മുഴുവൻ സൈനിക ശേഷിയും എടുത്ത് രംഗത്തിറങ്ങുമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇറാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ തകർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. നഥാൻസ്, ഇസ്ഫഹാൻ, ഖാദിർ, പിരാൻഷഹർ എന്നീ 4 ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ തകർത്തത്. ആക്രമണത്തിന് മുൻപും ആക്രമണത്തിന് ശേഷവുമുള്ള ദൃശ്യങ്ങൾ കാണാം. ആണവ ചോർച്ച ഉണ്ടായെന്ന ശക്തമായ ആശങ്കയ്ക്കിടെയാണ് ആണവ കേന്ദ്രങ്ങളിലെയും യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലെയും ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടത്. ഇസ്രയേലിന്റെ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ചിത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നാശനഷ്ടങ്ങൾ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ നഥാൻസ്, ഇസ്ഫഹാൻ, ഖാദിർ, പിരാൻഷഹർ എന്നീ 4 കേന്ദ്രങ്ങളിൽ നിന്നുള്ളതാണ്. ആക്രമണത്തിന് മുൻപും ആക്രമണത്തിന് ശേഷവുമുള്ള ദൃശ്യങ്ങളിൽ നിന്ന് എത്രത്തോളം ആഘാതം ഈ ആക്രമണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ കാണുന്നത് പിരാൻഷഹറിലെ ദൃശ്യങ്ങളാണ്. പിരാൻഷഹർ ആക്രമണത്തിന് മുൻപ്, ഇപ്പോൾ ആക്രമണത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. നിലമ്പൂരിൽ പോര് മുറുകി. പലസ്തീനും ഇറാനും പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒക്കെ അവസാന ലാപ്പിൽ നിലമ്പൂരിലും ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിൽ ഭരണപരാജയം ചർച്ചയാകാതിരിക്കാനെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നവരെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലമ്പൂര് വന്നിട്ടാണ് പാലസ്തീൻ എന്ന് പറഞ്ഞത്. നിലമ്പൂര് സ്പെഷ്യലാണ്, പാലസ്തീൻ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. പാലസ്തീൻ എന്താണ്? ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ ദുഷ്ചെയ്തികൾ മുഴുവൻ ഇവിടെ ചർച്ചയാകരുത്. അപ്പോ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ അല്ല ആർക്കെങ്കിലും വേറെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ കേരളത്തിൽ? എല്ലാവരും ഒറ്റക്കെട്ടല്ലേ? ആ യുദ്ധവും ആ ആക്രമണത്തെ എല്ലാവരും തള്ളി പറഞ്ഞത്. പക്ഷെ ഇവിടെ ചർച്ചയാക്കണം. എന്താണ്? ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ചർച്ച. ഇത്ര വിവരക്കേട് പറയുന്ന പ്രതിപക്ഷ നേതാവ് വേറെയില്ലെന്നും കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ഇത്ര വിവരക്കേട് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. എന്തും പറയാം, യാതൊരു മടിയുമില്ല. പശ്ചിമേഷ്യൻ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്നത് ലോക പട്ടാളമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇറാനെതിരായിട്ട് കടന്നാക്രമണം നടത്തിയതിന് എന്ത് ന്യായീകരണമുള്ളത്? ഒരു ന്യായീകരണമില്ല. രാജ്യം മുഴുവൻ ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ അവകാശമുണ്ട് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്തിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി ഇസ്രയേലി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അവരവരുടെ രീതികൾ വെച്ച് മറ്റുള്ളവരെ അളക്കരുതെന്നായിരുന്നു വി.ഡി. സതീശന്റെ വിമർശനത്തിന് സ്വരാജിന്റെ മറുപടി. ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും യുദ്ധവിരുദ്ധ നിലപാടുണ്ട്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് കരുതിയോ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടോ അല്ല ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. യു.ഡി.എഫിന് അത്തരം ലക്ഷ്യമുള്ളതുകൊണ്ടാകാം പശ്ചിമേഷ്യൻ വിഷയം പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഭയപ്പെടുന്നതെന്നും സ്വരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹം വെറുതെ ഭയപ്പെടുകയാണ്. ഏത് കാര്യവും തെരഞ്ഞെടുപ്പിലെ വോട്ടും ബന്ധപ്പെടുത്തി കാണുന്ന രീതി ഞങ്ങൾക്കില്ല. നിർഭാഗ്യവശാൽ അവർക്കങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെടുകയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലിനെതിരായ നവമാധ്യമങ്ങൾ ഞാൻ നടത്തിയൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ആ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പില്ല. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചന പോലുമില്ല. 2023-ലാണത്. അത് ഏത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ കാലത്തും ഇസ്രായേലെന്നല്ല ലോകത്തിലെ ഏത് രാജ്യവും മറ്റൊരു ജനതയുടെ മേൽ നടത്തുന്ന കായികാക്രമണങ്ങളെ, സൈനിക അധിനിവേശങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും എതിർത്തിട്ടുണ്ട്. ഇസ്രയേൽ പ്രശ്നത്തിൽ ശക്തമായ നിലപാട് എന്നും സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നം മറച്ചുവെക്കാനാവില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് യുദ്ധത്തിനെതിരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ആ ഭാഗത്ത് ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. യുദ്ധത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. CPM എവിടെയുണ്ട്? CPMന്റെ നിലപാടിന് എന്ത് പ്രസക്തിയുണ്ട് ഇന്ത്യ രാജ്യത്തിന്? കേരളത്തിലെ മുഖ്യമന്ത്രിയെ നമുക്ക് പരിശോധിക്കാം. പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ തോറ്റില്ലേ? കേരളം കഴിഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വേറൊരു സ്ഥലത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിരുന്നോ? ഞാൻ പോലും പോയിരുന്നു ബോംബെയിൽ. ഇറാനുമേലുള്ള ഇസ്രയേലിന്റെ നടപടിയിൽ ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ ലോകം ഒരു യുദ്ധ ഭീഷണിയുടെ വക്കീലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ജമാഅത്തിന് ഉള്ള UDF പിന്തുണയിലും നിലപാട് കടുപ്പിച്ച് CPM. പഹൽഗാം ആക്രമണത്തിൽ അപലപിക്കാത്ത ഒരേയൊരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണെന്നും അവരുടെ വക്കീൽ നോട്ടീസിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണോ ദേശീയ തലത്തിലും എന്ന ചോദ്യം MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു. പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് തന്നെയാണോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനുള്ളത് എന്ന കാര്യം പ്രിയങ്ക ഗാന്ധി MP, അഖിലേന്ത്യാ നേതാവ് വ്യക്തമാക്കണം. ഒരു മണ്ഡലത്തിൽ കുറെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും തുടർന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന ഒരു മുന്നണിയെ കേരളത്തിലെ UDF ശരിയായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നതിന് വേണ്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. പഹൽഗാം സംഭവം നടന്നപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ് അതിനെതിരായിട്ട് പ്രതിഷേധം നടന്നത്. ആദ്യം ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക ലക്ഷ്യമായി പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി മതേതര പാർട്ടിയായ കോൺഗ്രസിന് എങ്ങനെ ചേരാനാകുമെന്നായിരുന്നു EP ജയരാജന്റെ ചോദ്യം. മതേതരവാദികളിലും മതന്യൂനപക്ഷങ്ങളിലും ഇത് ഉത്കണ്ഠയും ഭയവും ഉണ്ടാക്കിയിട്ടുണ്ട്. RSSന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെന്നും EP വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമി അവരുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അവരിപ്പോൾ പൂർണ്ണമായും UDFനോടൊപ്പമായിട്ട് എങ്ങനെയാണ് ഒരു മതേതര പാർട്ടിക്ക് ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് ഞങ്ങളുടെ ചുമതല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നയം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും അവരുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് യോജിക്കാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം സമുദായത്തിനെതിരാണ്. RSSനെ പോലെയുള്ള വർഗീയ ശക്തികൾക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്നതാണിത്. നിലമ്പൂരിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ചയാകാതിരിക്കാൻ ആണ് ജമാഅത്ത് പിന്തുണ ഉയർത്തിക്കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പണ്ട് EMS എടുത്ത മാതിരി ഒരു പരിപാടി എടുത്ത
പണ്ട് EMS ജില്ലാ കൗൺസിൽ ഇലക്ഷനിലൊരു പരിപാടി ചെയ്തു സദ്ദാമിൻ്റെ. അതുപോലെ ഒന്ന് ഇട്ടുനോക്കിയതാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച വിഷയം. നിലമ്പൂരിൽ എന്തായാലും അതല്ല ചർച്ച. നിലമ്പൂരിലെ ഈ പാവങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാതെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം അതല്ല ഇവിടുത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയം. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ വരെ പാലസ്തീന്ന് നാവിന്ന് വന്നിട്ടുണ്ട്. നാവിന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്നായിരുന്നു പോത്തുകല്ലിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വിവാദമായേക്കാം. മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വർദ്ധിപ്പിക്കും തന്നെയാണ്. ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം നമ്മുടെ നാടിന്റെ ഒരു ഭാഗത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണിത്. അതാണ് നാം നൽകുന്നത്. ഏതെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായി ആരെങ്കിലും നൽകുന്ന തുകയല്ല. എം സ്വരാജിനായി വോട്ട് തേടി മുഖ്യമന്ത്രിയുടെ റാലി മണ്ഡലത്തിൽ തുടരുകയാണ്. വൈകിട്ട് മൂത്തേടത്തും നിലമ്പൂരിലും പ്രിയങ്ക ഗാന്ധിയും റോഡ് ഷോ നടത്തുന്നുണ്ട്. PV അൻവറിന് വേണ്ടി തൃണമൂൽ MPയും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാനും മണ്ഡലത്തിലുണ്ട്. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇന്ന് നിലമ്പൂരിനെ സംബന്ധിച്ച് വളരെ താരനിബിഡമായൊരു ദിവസമാണ്. എല്ലാ ദിവസവും ഇഷ്ടംപോലെ താരങ്ങളുണ്ട്, പക്ഷെ ഇന്ന് സൂപ്പർ താരങ്ങളാണ് ഇറങ്ങുന്നത്. എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? എത്രത്തോളം ആവേശം? ഈ മഴയുണ്ട്, റെഡ് അലേർട്ടാണ്, അതൊക്കെ പ്രകടമാണോ? അതിനെയും മറികടക്കുന്ന ഒരു ആവേശമൊക്കെ മണ്ഡലത്തിൽ കാണാനുണ്ടോ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ മഴയാണ്, റെഡ് അലേർട്ടാണ്. ഒരുപക്ഷെ ഈ പ്രചരണം ആരംഭിച്ച ദിവസങ്ങളെക്കാൾ വ്യത്യസ്തമായി അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ പ്രകൃതി അതിശക്തമായ മഴയാണ്, മോശമായ കാലാവസ്ഥയുമാണ്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് വേണം പ്രചരണം മുന്നോട്ട് പോകാൻ. ഇന്നത്തെ ദിവസം സൂചിപ്പിച്ചതുപോലെ ഏറെ പ്രത്യേകതയുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പര്യടനം തുടരുന്നു. മുഖ്യമന്ത്രി നിർണായകമായ ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ ഈ പൊതുയോഗങ്ങൾ സ്വീകരിക്കുന്നു. ഒപ്പം പ്രിയങ്ക ഗാന്ധി വന്നു. UDFനെ സംബന്ധിച്ച് അവരുടെ താരപ്രചാരക പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഇന്ന് രണ്ടിടങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. ഒപ്പം യൂസഫ് ഫത്താൻ അവസാന വർഷം ഒരുപക്ഷെ ഈ അൻവർ ക്യാമ്പ് ആദ്യ ദിവസങ്ങളിൽ അല്പം തണുത്ത മട്ടായിരുന്നെങ്കിൽ അവസാനഘട്ടം യൂസഫ് ഫത്താൻ അടക്കം കളത്തിലിറക്കി വലിയ ആവേശം അൻവർ ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. മുഖ്യമന്ത്രി നേരത്തെ അല്പസമയം മുമ്പ് പ്രേക്ഷകർ കേട്ട ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്ന് അല്പസമയം മുമ്പ് അവസാനിച്ച പൊതുയോഗത്തിൽ ഉണ്ടായത്. അതായത് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമെന്ന പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് വിവാദമായേക്കാമെങ്കിലും ഒരുപക്ഷെ ഇടതുപക്ഷം അത് വീണ്ടും ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ട്. കാരണം ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. നേരത്തെ തന്നെ ഈ വിഷയം ക്ഷേമ പെൻഷൻ വിവാദങ്ങൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തതുമാണ്. അതുകൊണ്ട് അത് വീണ്ടും ഉന്നയിക്കപ്പെടാനാണ് സാധ്യത. പ്രതിപക്ഷത്തിന്റെ നീക്കം നിർണായകമാണ്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തി എന്ന വാദം പ്രതിപക്ഷം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയെങ്കിൽ വരുന്ന പൊതുയോഗങ്ങളിലും രാഷ്ട്രീയ നീക്കങ്ങളിലുമൊക്കെ അത് പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും ഇനി അവശേഷിക്കുന്ന 2.5 ദിവസത്തോളം വരുന്ന ഈ പരസ്യ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ നമുക്ക് നിലമ്പൂരിൽ നിന്നും പ്രതീക്ഷിക്കാം. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നിലമ്പൂരിന് സൂപ്പർ സൺഡേയാണ്. സൂപ്പർ താരങ്ങൾ ഇറങ്ങുന്ന ദിവസം. ആവേശകരമായ പ്രചരണമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചാരണം ആവേശത്തിലാക്കാൻ യൂസഫ് പഠാൻ കളത്തിലിറങ്ങി. 11:30 നിലമ്പൂരിലെ ടർഫിലെത്തിയ യൂസഫ് പഠാൻ കുട്ടികൾക്കൊപ്പം അല്പസമയം ക്രിക്കറ്റ് കളിച്ചു. അൻവറിന് ദീദിയുടെ പിന്തുണയുണ്ടെന്നും നിലമ്പൂരിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അൻവർ ആകുമെന്നും യൂസഫ് പഠാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി മാധ്യമങ്ങളോട് എന്തെങ്കിലും പങ്കുവയ്ക്കുമോ എന്നുള്ളത് പറയാനാകില്ല. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെ യൂസഫ് പഠാൻ PV അൻവറിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്കാണ്. കാലവർഷം വീണ്ടും ശക്തിപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ 22 പേരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിലേക്ക് വീണു. കല്ലാർകുട്ടി, മലങ്കര, നെയ്യാർ ഡാമുകളിൽ നിന്ന് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. കാസർഗോഡ്, കരിയങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ എന്നീ നദികളും അച്ചൻകോവിലാറും ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയാണ്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ കാറ്റാങ്കവല ഉന്നതിയിലെ
22 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മലപ്പുറം കോട്ടക്കലിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. പുതുപറമ്പ് സലീമിന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞത്. മൂന്നാർ, അടിമാലി, രാജാക്കാട് ഉൾപ്പെടെ ദേവികുളം താലൂക്കിന്റെ പ്രധാന മേഖലകളിലെല്ലാം മഴ തുടരുകയാണ്. മുതിരപ്പുഴയാറിലും ദേവിയാറിലും നീരൊഴുക്ക് വർദ്ധിച്ചു. കല്ലാർകുട്ടി ഡാമിന്റെ 2 ഷട്ടറുകളും മലങ്കര ഡാമിന്റെ 1 ഷട്ടറും ഉയർത്തി അധിക ജലം പുറത്തേക്കൊഴുക്കി തുടങ്ങി. ഇതോടെ ഇടുക്കി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഇന്ന് 2343.24 അടിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ വൻമരം കടപുഴകി സമീപത്തുള്ള വീട് തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും മേവള്ളൂർ പമ്പ് ഹൗസിന് സമീപം തേയത്ത് മധുവിന്റെ കോഴിഫാമിലേക്ക് തേക്ക് മറിഞ്ഞു വീണു. കോഴിഫാമിന്റെ ഒരു വശം പൂർണ്ണമായി നശിച്ചു. 200-ലധികം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. കൊട്ടാരക്കര ഇരണൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അതേസമയം ഡൽഹിയിൽ കനത്ത ചൂടിൽ നിന്ന് ആശ്വാസമേകുകയാണ് മഴ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയ തോതിൽ ഇടിയോടുകൂടിയ മഴ ലഭിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. ശക്തമായ കാറ്റിൽ കൂറ്റൻ ടവർ തകർന്നു വീണു. ഡൽഹിയിൽ താമസിക്കുന്നവരോട് പുറത്തിറങ്ങരുതെന്നും വീട്ടിൽ തന്നെ കഴിയണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഗൗരികുണ്ടിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. ചാർധാം തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മോശം കാലാവസ്ഥയാണ് അപകട കാരണം. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് മറ്റൊരു ആകാശ ദുരന്തം. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്ര ദർശനത്തിന് ശേഷം തീർത്ഥാടകരുമായി ഗുപ്തകാശിയിലേക്ക് പോയ ആര്യൻ ഏവിയേഷൻ ലിമിറ്റഡിന്റെ ഹെലികോപ്റ്ററാണ് രാവിലെ 5:30 അപകടത്തിൽപ്പെട്ടത്. ഗൌരികുണ്ടിലെ ഗൌരിമായി ഘാർക്ക് വനമേഖലയിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. ഗൌരികുണ്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ഈ മേഖലയിലേക്ക് കാൽനടയായി മാത്രമേ എത്താൻ സാധിക്കൂ. അതിനാൽ രക്ഷാപ്രവർത്തനത്തിലും കാലതാമസമുണ്ടായി. മരിച്ചവർ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. 2 വയസ്സുള്ള കുഞ്ഞും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് പതിവ് പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ചതാണ് അപകട കാരണം. അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഹെലികോപ്റ്ററുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉന്നതതല സമിതിക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി രൂപം നൽകി. യാത്രയ്ക്ക് മുൻപ് സാങ്കേതിക പിഴവില്ലെന്ന് ഉറപ്പുവരുത്തുകയും കാലാവസ്ഥ കണക്കിലെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ മാസം ഗംഗോത്രിയിലുണ്ടായ അപകടത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ച 32 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്നോ നാളെയോ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 14 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയതായി ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. അപകടം നടന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് തെരച്ചിൽ തുടരുകയാണ്. എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണവും പുരോഗമിക്കുന്നു. സംവിധായകൻ നാദിർ ഷായുടെ പൂച്ചയെ കൊന്നെന്ന പരാതിയിൽ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ കേസ്. തന്റെ പൂച്ചയെ പരീക്ഷണ വസ്തുവാക്കിയെന്നും അനസ്തീസിയ നൽകിയത് ഡോക്ടർ ഇല്ലാതെയെന്നുമാണ് നാദിർ ഷായുടെ പരാതി. എന്നാൽ സംഭവത്തിൽ വീഴ്ചയില്ലെന്ന് ആശുപത്രി ഉടമ ഡോക്ടർ അനീഷ് ആന്റണി ന്യൂസ് 18നോട് പറഞ്ഞു. എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ പരാതി നൽകിയ വിവരം നാദിർ ഷാ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുറം ലോകത്തെ അറിയിച്ചത്. ആരോഗ്യവാനായ തന്റെ പൂച്ചയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാണ്. സെഡേഷൻ നൽകാതെ പൂച്ചയെ ഗ്രൂമിംഗ് ചെയ്യാമെന്ന് ആശുപത്രിയിലുള്ളവർ പറഞ്ഞു. പറ്റില്ലെന്നറിയിച്ചിട്ടും പൂച്ചയുടെ കഴുത്തിൽ ചരടിട്ട് വലിച്ചു കൊണ്ടുപോയെന്നും നാദിർ ഷാ. അവര് പറഞ്ഞത് ഞങ്ങള് അനസ്തേഷ്യ കൊടുത്തു, ഇത് സെഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവര് തിരിച്ചു കൊണ്ടുവന്നതല്ലേ. അത് 100% ഉറപ്പാണ് അതിനെ കൊന്നവര്. നമ്മള് വീട്ടിലൊരു അംഗം പോയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ നാദിർ ഷായുടെ ആരോപണം ഹോസ്പിറ്റൽ അധികൃതർ തള്ളി. സെഡേഷൻ കൊടുത്തതുകൊണ്ടല്ല പൂച്ച മരിച്ചതെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അനീഷ് ആന്റണി വ്യക്തമാക്കി. വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. നമ്മൾ എല്ലാ കെയർ എടുത്തും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോകും. ഓണേഴ്സിനെ സംബന്ധിച്ചും ഫാമിലിയെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടവും വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ മെഡിക്കലി ഉള്ള ചില
ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കും ഇതായിട്ടുള്ളത്. അപ്പം നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനും എല്ലാ ഇതുമായിട്ടും കൺസെന്റ് എല്ലാം ഒപ്പിട്ട് അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. എന്നാലും ഇനി ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസുമായിട്ടും ഹോസ്പിറ്റലിൽ സഹകരിക്കുന്നതായിരിക്കും. നാദിർഷയുടെ പരാതി പാലാരിവട്ടം പോലീസ് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് 18 കൊച്ചി. മൂവാറ്റുപുഴ കദളിക്കാട് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. SIയെ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫും വെങ്ങല്ലൂർ സ്വദേശി ഹാഫിസ് നിസാറുമാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതികളുടെ സുഹൃത്തുക്കളായ രണ്ടുപേരെ പോലീസ് പിടികൂടി. ഇന്നലെ വൈകിട്ട് 3:30 കദളിക്കാട് പട്രോളിംഗിനിടെയായിരുന്നു സംഭവം. വഴിയരികിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ SI മുഹമ്മദ് വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. യുവാക്കൾ ഇതിന് തയ്യാറായില്ല. പിന്നീട് വാഹനം മുൻപോട്ടെടുത്ത യുവാക്കൾ SIയെ റോഡിൽ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറ്റിയിറക്കിയ ശേഷം ഇവർ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്താണ് നമ്മൾ പെട്രോളിനിടയ്ക്ക് SPയുടെ പ്രത്യേക നിർദ്ദേശവും ഓടുന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. NDPS കേസുകളും മറ്റു കേസുകളും ഡിറ്റക്ട് ചെയ്യണം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. ഈ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് സംശയം എന്തോ ഒരു കൈമാറ്റം പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ചെറുപ്പക്കാരെ പിള്ളേരാണ്, അവരുടെ ആ ഒരു ഇരിപ്പിലും അതിൽ സാഹചര്യം. മറ്റേന്ന് പറയുമ്പോൾ ഒന്നിലും സ്ഥലങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണെന്നുള്ള രീതിയിലൊരു സംസാരം വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. SIയെ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫും ഒപ്പമുണ്ടായിരുന്നത് ഹാഫീസ് നിസാർ എന്ന ആളുമാണെന്ന് പോലീസ് പറഞ്ഞു. രണ്ടുപേർക്കുമെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രതികളുടെ സുഹൃത്തുക്കളായ രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. കഴുത്തിലും കൈയിലും പരിക്കേറ്റു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ പുനഃക്രമീകരിച്ച സ്കൂൾ സമയം നാളെ മുതൽ നിലവിൽ വരും. ഇതോടെ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സമയമാറ്റം നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ അധ്യയന സമയം 1100 മണിക്കൂറാക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. ഇതിനായി തയ്യാറാക്കിയ പുനഃക്രമീകരിച്ച സമയക്രമം അംഗീകരിച്ച് കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. പുതുക്കിയ സമയക്രമം നാളെ മുതൽ നിലവിൽ വരും. അരമണിക്കൂർ വീതമാകും സ്കൂൾ പ്രവൃത്തി സമയം വർദ്ധിക്കുക. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമായാണ് അധിക സമയം. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ പുതിയ സമയക്രമത്തിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. സമസ്ത മുഖ്യമന്ത്രിയോട് തന്നെ ഇക്കാര്യം നേരിട്ടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട തീരുമാനമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. വിമർശനങ്ങൾ തുടരുമ്പോഴും പുതിയ സമയക്രമം പിൻവലിക്കേണ്ടതില്ലെന്നും പരാതി വന്നാൽ പരിശോധിക്കാമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട്. ഇതോടെ നാളെ മുതൽ 8 മുതൽ 10 വരെ ക്ലാസുകളിൽ 9:45 മുതൽ 4:15 വരെയാകും പഠന സമയം. 8 പീരിയഡുകൾ നിലനിർത്തിയാണ് പുതുക്കിയ സമയമാറ്റം നിലവിൽ വരിക. ന്യൂസ് 18 തിരുവനന്തപുരം. കെനിയിൽ ബസ് അപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി. തുടർന്ന് 5 പേരുടെയും മൃതദേഹം സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോയി. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ 1.5 വയസ്സുള്ള റൂഹി മെഹറിൻ, മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ 7 വയസ്സുള്ള ടൈറ എന്നിവരുടെ മൃതദേഹമാണ് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി പി രാജീവ് മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് മന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൃതദേഹം അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാന സർക്കാർ ഇടപെട്ടതിനാൽ യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഇളവ് ലഭിക്കുകയും മൃതദേഹം വേഗം നാട്ടിലെത്തിക്കാൻ കഴിയുകയും ചെയ്തതായി മന്ത്രി പറഞ്ഞു. കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറേറ്റ്, ഖത്തർ എംബസി ഇവയുമായി ഏകോപനം നടത്തി നമ്മുടെ വിദേശ മന്ത്രാലയവുമായി ചേർന്ന് ഏകോപനം നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക റൂട്ട്സാണ് ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെ ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. യെല്ലോ ഫീവറുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ അത്തരം കാര്യങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ആ തടസ്സങ്ങളെല്ലാം മാറ്റി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
മരിച്ചവരുടെ ബന്ധുക്കളും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്നവരെയും അതേ വിമാനത്തിൽ തന്നെയാണ് നാട്ടിലെത്തിച്ചത്. ജൂൺ 9 ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിയോടെയായിരുന്നു വിനോദസഞ്ചാരത്തിനായി എത്തിയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുകയും മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിക്കുകയും ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കാനഡയിലെത്തുന്നത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ-കാനഡ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ് യാത്രയിൽ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശയാത്രയാണിത്. മഴക്കാലത്തെ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. മഴക്കാലമായതോടെ വീണ്ടും തരംഗമാവുകയാണ് പാലക്കാട് കുമരനെല്ലൂരിലെ വട്ടക്കിണർ. കനത്ത മഴയിൽ ജലസമൃദ്ധിയായി വട്ടക്കിണർ മാധ്യമങ്ങളിൽ സൂപ്പർ ഹിറ്റാണ്. വയലിനൊത്ത നടുവിൽ കണ്ണിന് കുളിർമയേകുന്ന വട്ടക്കിണർ, ആരുടെയും മനം നിറയ്ക്കുന്ന അതിമനോഹരമായ കാഴ്ച. ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ച മഴയിൽ കിണർ നിറഞ്ഞു തുളുമ്പി. മഴക്കാലം എത്തിയതോടെ വട്ടക്കിണറിന്റെ പരിസരം പച്ചവിരിച്ചതോടെ ഭംഗി ഇരട്ടിയായി. ഇതോടെ വട്ടക്കിണറിൽ കുളിക്കാനും നീന്തി ഉല്ലസിക്കാനുമായി നിരവധി പേർ എത്തി തുടങ്ങി. അടിപൊളി. ഞങ്ങൾ ഇതിന്റെ മുന്നൊരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അന്നും അതേപോലെ ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയായിരുന്നു. ഇപ്പോഴും അതേപോലെ ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ ഈ കുളത്തിൽ നല്ല പാറയുടെ പടമുണ്ട്. അപ്പൊ ആ പാറ ഉള്ളതുകൊണ്ടാണ് ഈ പാടത്തും ഇതേപോലെ ചളി ഇങ്ങനെ നിൽക്കാതെ വെള്ളം എത്ര ക്ലിയർ ആയിട്ടിരിക്കുന്നത്. അടിപൊളിയാണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുൻപ് വട്ടക്കിണർ നിർമ്മിച്ചത്. ഏത് വേനലിലും വറ്റാത്ത ജലാശയം കൂടിയാണ് ഇന്നീ വട്ടക്കിണർ. സമൂഹ മാധ്യമങ്ങളിൽ എക്കാലത്തും വൈറലാണ് വട്ടക്കിണർ. അതുകൊണ്ട് തന്നെ പാലക്കാടിന് പുറത്തുനിന്നടക്കം കിണർ അന്വേഷിച്ചു വരുന്നവർ നിരവധിയാണ്. മഴക്കാലമായതോടെ വട്ടക്കിണർ നിറഞ്ഞു ജോറായിട്ടുണ്ട്. മഴക്കാലമായാൽ പ്രകൃതി ഭംഗി വേണ്ടുവോളമുള്ള വട്ടക്കിണർ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് നിന്ന് തന്നെയാണ് അടുത്ത വാർത്തയും. കാലവർഷം എത്തിയതോടെ വള്ളുവനാട്ടിൽ കൃഷിക്കാലവും തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ പാടശേഖരങ്ങളിൽ ഒന്നാം കൃഷിക്കുള്ള ഒരുക്കം അവസാന ഘട്ടത്തിലാണ്. പാകമായ ഞാറുകൾ വരും ദിവസങ്ങളിൽ നടുന്നതോടെ നാടെങ്ങും ഇനി പച്ച പുതയ്ക്കും. കാലവർഷം കനത്തതോടെ പട്ടാമ്പിയിലെ പാടശേഖരത്തിൽ ഒന്നാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പാടങ്ങളിൽ നിലമൊരുക്കൽ പൂർത്തിയായി. നടാനായി ഞാറുകൾ തയ്യാറായി. അടുത്ത ദിവസങ്ങളിൽ നടിയിൽ തുടങ്ങും. വരമ്പ് തയ്യാറാക്കലും വൃത്തിയാക്കലുമൊക്കെയായി തിരക്കിലാണ് കർഷകർ. കൃഷിഭവൻ വഴി കിട്ടിയ ജ്യോതിവിത്താണ് ഞാറ്റടിക്കായി പാകിയത്. 2 വിള നെൽകൃഷി ഇവിടെ നടത്താറുണ്ട്. 3ാം വിളയായി പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. ഇത്തവണ പന്നിശല്യം കാര്യമായി ഇല്ല. കൃഷി തുടങ്ങിയാലും പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് 18 പാലക്കാട്. വെങ്ങാനൂർ വെണ്ണിയൂരിൽ കനത്ത മഴയിൽ ഇരുനില വീട് ഭാഗികമായി തകർന്നു. കോവളം സ്വദേശിയായ വിപിൻ താമസിക്കുന്ന വെണ്ണിയൂർ തൃപ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപത്തെ ഇരുനില വീടാണ് മഴയിൽ ഭാഗികമായി തകർന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. അപകടം നടക്കുമ്പോൾ വിപിന്റെ അമ്മയും വിപിന്റെ സഹോദരന്റെ 2 വയസ്സുള്ള കുഞ്ഞും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അസ്വാഭാവിക ശബ്ദം കേട്ട് വിപിന്റെ അമ്മ കുഞ്ഞുമായി പുറത്തേക്കിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി. വീടിന്റെ മുൻവശവും അടുക്കള ഭാഗവും ഭാഗികമായി തകർന്നു. കിണറും ഇടിഞ്ഞിട്ടുണ്ട്. ഒരു സൗണ്ട് കേട്ടു. 2 പ്രാവശ്യമായിട്ടാണ് സൗണ്ട് കേട്ടത്. ആദ്യം സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലോറിയിൽ നിന്ന് തൊട്ടപ്പുറത്ത് വീട് പണി കിടക്കുന്നുണ്ട്. അപ്പോൾ ലോറിയിൽ നിന്ന് കല്ലടിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ ഒന്നും കാണാനില്ലായിരുന്നു. രണ്ടാമത് വീണ്ടും ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് വീണ്ടും ഇറങ്ങിയപ്പോഴാണ് അവർ വീടിനകത്തുണ്ടായിരുന്ന അവർ രണ്ടുപേരും കൂടെ പുറത്തോട്ട് ഓടി വന്നത്. അങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത്. വീട്ടിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ സമീപത്തെ കുഴിയിലേക്ക് നിലം പതിച്ചു. നിലവിൽ അടിത്തട്ടിലെ മണ്ണിളകി വീട് ചെരിഞ്ഞ അവസ്ഥയിലാണ്. വാസയോഗ്യമല്ലാത്തതിനെ തുടർന്ന് വിപിനും കുടുംബവും കോവളത്തെ ബന്ധുവീട്ടിലേക്ക് മാറി. നാട്ടുകാരും പരിസരവാസികളും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 18 നെയ്യാറ്റിൻകര.
കോതമംഗലം, ചീക്കോട്, കൂവപ്പാറ മേഖലകളിൽ കാട്ടാനയുടെ സാന്നിധ്യം. പെരിയാർ നീന്തിക്കടന്നാണ് 3 കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആനകൾ എത്തിയ സാഹചര്യത്തിൽ മേഖലയിൽ RRTയുടെ നിരീക്ഷണം ശക്തമാക്കാനാണ് തീരുമാനം. കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോടും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെരിയാർ നീന്തിക്കടന്ന് 3 ആനകൾ എത്തിയത്. ഇതിനെ തുടർന്ന് പ്രദേശത്തെ 5-6 വാർഡ് പ്രദേശങ്ങളിലും കൂവപ്പാറ നഗറിലും സമീപമുള്ള മേഖലകളിലും RRTയുടെയും ആന വാച്ചർമാരുടെയും നിരീക്ഷണം ശക്തമാക്കി. ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂവപ്പാറ ഈ നഗറിൻ്റെ തൊട്ട് പിന്നിലുള്ള ജനവാസ മേഖലയിൽ കൃഷിയിടത്തിൽ 3 ആനകൾ എത്തിയെന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പിൻ്റെ കൃത്യമായ ജാഗ്രതയും നിരീക്ഷണവുമെല്ലാം 24 മണിക്കൂറും പ്രത്യേകിച്ച് RRTയുടെ പൂർണ്ണമായ സേവനം ഈ പ്രദേശത്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2 വർഷം മുൻപാണ് ചാരുപാറ മേഖലയിൽ പെരിയാർ നീന്തിക്കടന്ന് ആനകളെത്തിയ സംഭവം ഇതിനു മുൻപുണ്ടായിട്ടുള്ളത്. അക്കാലത്ത് വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ പെരിയാറിനപ്പുറത്തെ വനത്തിലേക്ക് ആനകളെ തുരത്തിയതിനു ശേഷം ഇതുവരെ ആനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് പ്രദേശത്ത് വീണ്ടും കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടുവന്നത്. കൂവപ്പാറ നഗറിന് സമീപത്തായി ആനകളെത്തിയ കൃഷിയിടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ന്യൂസ് 18 കോതമംഗലം. കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കിയിലെ പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിലുള്ളവർ. ദേശീയപാതയിൽ പകൽ സമയത്ത് പോലും കാട്ടാന ഇറങ്ങുന്നത് പതിവായിരിക്കുന്നു. ജനവാസ മേഖലയിൽ കാട്ടാന മാത്രമല്ല പുലിയും ഇറങ്ങുന്നുണ്ട്. ജനങ്ങൾ ആശങ്കയിലാണ്. കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാത കടന്നുപോകുന്ന പീരുമേട്, പെരുവന്താനം മേഖലയിലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. മുറിഞ്ഞപുഴ, കണയങ്കവയൽ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ പതിവായി എത്തുന്നുണ്ട്. പാഞ്ചാലിമേട് വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാതയോരത്തും കാട്ടാനകൾ തമ്പടിക്കുന്നു. കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങൾ കൃഷിക്കൊപ്പം കയ്യാലകളും ജലസേചനത്തിനുപയോഗിക്കുന്ന കുളങ്ങളും വരെ ഇടിച്ചു നിരത്തിയാണ് മടങ്ങുക. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾക്കൊപ്പം പുലിയുടെ സാന്നിധ്യം കൂടിയായത് ജനങ്ങളുടെ ആശങ്ക കൂട്ടുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ നാണ്യവിളകളോ മറ്റു വിളകളോ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല. ഉണ്ടാക്കുന്ന കൃഷികൾ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കുന്നു. അതുമാത്രമല്ല, പുറത്തിറങ്ങുന്ന ആളുകളെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആക്രമിക്കുന്ന, ക്രൂരമായി കൊലപ്പെടുത്തുന്ന വളരെ ദയനീയമായ അവസ്ഥയുള്ളൂ. അത് വളരെ ജനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ, ആവർത്തിച്ച് പറയുന്നു, വകുപ്പ് മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ജനങ്ങളോടുള്ള വളരെ ക്രൂരതയാണ്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിനോദസഞ്ചാരികളും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുകയാണ്. ഓരോ തവണയും കാട്ടാനകൾ എത്തുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വന്യമൃഗങ്ങളെ തുരത്താൻ ലൈറ്റ് പദ്ധതിയുമായി കൃഷിവകുപ്പ്. വന്യമൃഗശല്യം രൂക്ഷമായ ഇടുക്കിയിലെ മറയൂർ, കാന്തല്ലൂർ പഞ്ചായത്തുകളിലായി 200 ലൈറ്റുകളാണ് കർഷകർക്ക് നൽകുന്നത്. സോളാറിൽ പ്രവർത്തിക്കുന്ന ഈ ലൈറ്റുകൾ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. രാത്രിയിൽ ഇടവിട്ട് നീല വെളിച്ചം പുറപ്പെടുവിക്കുന്ന രീതിയിലാണ് ഈ ലൈറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഉപകരണം പുറപ്പെടുവിക്കുന്ന പ്രകാശം മൃഗങ്ങളെ അലോസരപ്പെടുത്തുമെന്നും തന്മൂലം ഇവ സ്ഥാപിച്ചിരിക്കുന്ന മേഖലയിൽ മൃഗങ്ങൾ പ്രവേശിക്കില്ലെന്നുമാണ് പ്രതീക്ഷ. ഇവിടെ നിരവധി ആനകളുടെ ശല്യം എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 4 ദിവസമായി. 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ചക്ക ഇതിൻ്റെ അടുത്ത് തന്നെ പരീക്ഷണത്തിന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഈ ബ്ലിം ചെയ്തിട്ടാണ് ഈ ലൈറ്റ് രാത്രിയിൽ കത്തുന്നത്. അപ്പോൾ ഇത് കണ്ട് ആന ഇതിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആനയ്ക്ക് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചക്ക അടുത്തോട്ട് വെച്ചത്. ശല്യമുള്ള മേഖലയിൽ അവയുടെ ഉയരത്തിലും ആനശല്യമുള്ള മേഖലയിൽ ആനയുടെ ശരാശരി ഉയരത്തിലുമാണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പദ്ധതി വിജയിച്ചാൽ കൂടുതൽ സ്ഥലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 ഇടുക്കി. സ്വകാര്യ പുരയിടത്തിൽ പാർപ്പിക്കാൻ തെരുവ് നായ്ക്കളെ എത്തിച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്ന് കൊല്ലം കുന്നിക്കോട് കിണറ്റിൻകരയിൽ എത്തിച്ച തെരുവ് നായ്ക്കളെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മടക്കി അയച്ചു. ലോറിയിലെത്തിച്ച തെരുവ് നായ്ക്കളെ കിണറ്റിൻകരയിലെ സ്വകാര്യ പുരയിടത്തിൽ പാർപ്പിക്കുന്നതിന് എത്തിച്ചുവെന്നാണ് നായ്ക്കളെ കൊണ്ടുവന്നവർ പറഞ്ഞത്. അനുമതിയില്ലാതെ നായ്ക്കളെ പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. രാവിലെ വന്നതാ, 30 പട്ടി ഇറക്കി വിട്ട്. ആ 30 പട്ടി ഇറക്കി വിട്ടതിനകത്ത് ഇനിയിപ്പം പറക്കി കയറ്റിക്കൊണ്ടിരിക്കുക. 7 പട്ടിയെ തിരിച്ചു കയറ്റി.
ശല്യങ്ങളുമാണ്. കാട്ടുമാന്തരം കൊച്ചുങ്ങൾക്ക് പോലും. പ്രതിഷേധം ശക്തമായതോടെ പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. മേലില ഗ്രാമപഞ്ചായത്തിന്റെ അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞതോടെ പ്രതിഷേധം കടുപ്പിച്ച നാട്ടുകാർ ലോറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. യാതൊരു തരത്തിലുള്ള നിയമസുരക്ഷയില്ലാതെയാണ് അവരിത് ചെയ്തേക്കുന്നത്. ഈ ഒരു വണ്ടി തെരുവ് പട്ടികളെ കൊണ്ടുവന്നിവിടെ ഇതിനിടയിൽ കുറേയധികം നായ്ക്കളെ ലോറിയിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു. ഇവയെ തിരികെ കയറ്റി മുഴുവൻ നായ്ക്കളെയും തിരികെ കൊണ്ടുപോകണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പ്രതിഷേധം കടുത്തതോടെ സംഘാടകർ നായ്ക്കളെ തിരികെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. 100ഓളം നായ്ക്കൾ ലോറിയിലുണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ മാസം തെരുവുനായയുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ നിയ ഫൈസലിന്റെ വീടിന്റെ സമീപത്താണ് ഈ സംഭവം. നിയയുടെ മരണത്തിന്റെ ദുഃഖം മാറുന്നതിന് മുൻപേ ഇത്രയധികം തെരുവുനായ്ക്കളെ ഇവിടെ എത്തിച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകാൻ കാരണം. ന്യൂസ് 18 പുനലൂർ. റെഡ് അലർട്ടിനിടെ കാസർഗോഡ് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിനോദയാത്ര. ഹോസ്ദുർഗ് താലൂക്ക് സ്റ്റാഫ് കൌൺസിലിലെ 42 പേരാണ് വിനോദയാത്രയ്ക്ക് പോയത്. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസർമാർ അവരുടെ വില്ലേജ് പരിധിയിൽ ഉണ്ടാകണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, വിനോദയാത്രയൊന്നും പ്രശ്നമില്ല, പക്ഷേ ഈ റെഡ് അലർട്ട് സമയത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകണമെന്ന നിർദ്ദേശം മറികടന്ന് ഒരു യാത്ര ഉണ്ടാകുമ്പോൾ ഇത് സ്വാഭാവികമായും വാർത്തയാണ്. അതും അഗുംബെ പോലൊരു സ്ഥലത്തേക്കാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിതീവ്ര മഴയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെല്ലാം റെഡ് അലർട്ട് കാസർഗോഡ് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അവരുടെ ജില്ലയിൽ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ വില്ലേജ് പരിധിയിൽ തന്നെ ഉണ്ടാകണം എന്ന കർശന നിയമം നിലനിൽക്കുകയാണ്. ഇപ്പോൾ കൂട്ടത്തോടെ, അതായത് ഹോസ്ദുർഗ് താലൂക്കിലെ മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരും ഈ പ്രകൃതി ദുരന്തം സംബന്ധിച്ച് നേരിടാൻ വേണ്ട അത്തരം ഉദ്യോഗസ്ഥരെല്ലാം കൂട്ടത്തോടെ ഇത്തരത്തിൽ വിനോദയാത്ര പോയിരിക്കുന്നത്. അതായത് ഹോസ്ദുർഗ് താലൂക്ക് സ്റ്റാഫ് കൗൺസിലാണ് ഇത്തരത്തിലൊരു വിനോദയാത്ര അഗുംബയിലേക്ക് സംഘടിപ്പിച്ചത്. ഈ വിനോദയാത്രയിൽ ഹോസ്ദുർഗ് തഹസിൽദാർ KV ജയപ്രസാദ്, ഡെപ്യൂട്ടി തഹസിൽദാർ K ബാബു, ജൂനിയർ സൂപ്രണ്ട്, അതായത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ള ജൂനിയർ സൂപ്രണ്ട് തുളസി രാജ്, പിന്നെ വില്ലേജ് ഓഫീസർമാർ, ഇവരെല്ലാം ഇത്തരത്തിൽ 42 പേരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വിനോദയാത്രയ്ക്ക് പോയിട്ടുള്ളത്. അതായത് വലിയ തോതിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വെള്ളം കെട്ടും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അതീവ ജാഗ്രതാ നിർദ്ദേശം നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിലെ മുഴുവൻ ഇത് നേരിടേണ്ട ഈ ഉദ്യോഗസ്ഥർ മുഴുവൻ ഇപ്പോൾ ഇത്തരത്തിൽ വിനോദയാത്രയ്ക്ക് പോയി എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ്. അതിശക്തമായ മഴ, അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായ കടലാക്രമണം, ഉയർന്ന തിരമാല, ഇത്തരത്തിൽ വലിയ തോതിൽ പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു സമയത്താണ് ഈ കൂട്ടത്തോടെയുള്ള ഇവരുടെ ഇത് ഏകോപനം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ അത് ഏകോപനം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് കൂട്ടത്തോടെ ഇത്തരത്തിൽ ഇപ്പോൾ വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ സംഘം കാഞ്ഞങ്ങാട് നിന്നും പുറപ്പെട്ടത്. സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങൾ മുഴുവൻ പേരും ഈ വിനോദയാത്രയിൽ പോയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോ നാളെയോ ഇവർ തിരിച്ചെത്തുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അതിശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. മലയോര മേഖലകളിൽ പല കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇതിന് നേരിടേണ്ട, അല്ലെങ്കിൽ ഇതിന് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ ജില്ലയിൽ ഇല്ലാതിരിക്കുന്നത്. മുഴുവൻ ഉദ്യോഗസ്ഥരും 42 പേരും തഹസിൽദാർ ഉൾപ്പെടെ ഇപ്പോൾ ഈ വിനോദയാത്രയ്ക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ജില്ലാ കളക്ടർ ഏതെങ്കിലും തരത്തിൽ ഈ വിനോദയാത്രയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ടോ എന്നതാണ്. ഏതായാലും കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി റെഡ് അലർട്ട് കാസർഗോഡ് ജില്ലയിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വിനോദയാത്രക്കോ അതെല്ലാം മാറി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല, അവധി പോലും എടുക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശമുണ്ട്. അപ്പോഴാണ് ഈ റവന്യൂ സംഘം ഇത്തരത്തിൽ വിനോദയാത്ര പോയിട്ടുള്ളത്. എന്നാലും ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നമുക്കൊരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ജില്ലാ കളക്ടർ കൂടി ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ, അങ്ങനെ അത്തരത്തിൽ പോകുന്നുണ്ടെങ്കിൽ പകരം ചുമതല നൽകണം. പക്ഷേ ഇത് കൂട്ടത്തോടെയാണ് പോയിട്ടുള്ളത്. മുഴുവൻ ഉദ്യോഗസ്ഥരും ഇപ്പോൾ പോയിട്ടുണ്ട്. എന്തെങ്കിലും ഏതൊരു തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടായാൽ അതിന് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ജില്ലയിൽ ഇല്ലാതിരിക്കുന്നത്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. ശ്രീജ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ്. ഇന്നും കനത്ത മഴ തുടരുകയാണ്. ഇതിനിടയിലാണ് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നത്.
തൃശൂരിൽ ബസ് യാത്രയ്ക്കിടെ അപസ്മാരം വന്ന വയോധികന് രക്ഷകരായി KSRTC ജീവനക്കാർ. അവശനിലയിലായ വയോധികനെ ജീവനക്കാർ അതേ ബസ്സിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മലക്കപ്പാറ ചാലക്കുടി KSRTC ബസ്സിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. കൊന്നക്കുഴി സ്വദേശി 73 വയസ്സുള്ള ജോണിക്കാണ് അസുഖബാധയുണ്ടായത്. കൊന്നക്കുഴിക്ക് സമീപം ചാട്ടുകല്ല് സ്റ്റോപ്പിൽ നിന്നും 4 മണിയോടെയാണ് ജോണിയും ഭാര്യയും ബസ്സിൽ കയറിയത്. 5 മിനിറ്റിനകം ജോണിക്ക് അവശത അനുഭവപ്പെട്ടു തുടങ്ങി. അധികം വൈകാതെ ജോണിയുടെ കൈ മരവിക്കുകയും വായു ഒരു വശത്തേക്ക് കോടുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ ഷാജൻ ഉടൻ CPR നൽകി. പിന്നാലെ പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ബസ്സിലെ യാത്രികരായ 2 നഴ്സുമാരും ജോണിക്ക് CPR നൽകി. ഇതിനിടെ ആംബുലൻസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാതെ വന്നതോടെ ബസ് അതിവേഗത്തിൽ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു. വിവിധ സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നെങ്കിലും അവരാരും സ്റ്റോപ്പുകളിൽ ഇറങ്ങാതെ രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ സഹകരിച്ചതും ജീവൻ തിരിച്ചു കിട്ടാൻ തുണയായി. ആംബുലൻസ് വിളിച്ചെങ്കിലും പെട്ടെന്ന് അവർ കിട്ടാൻ ഒരു 1-2 കേസ് അറ്റൻഡ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് കിട്ടാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ നമ്മുടെ ബസ് ഒരു ആംബുലൻസ് പോലെ വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. യാത്രക്കാരെല്ലാവരും നമ്മളോട് സഹായിച്ചു. അവരെ ഇടയ്ക്ക് ഇറങ്ങാനുള്ള ആളുകളെല്ലാം കുഴപ്പമില്ല, ഞങ്ങൾ ചാലക്കുടി വരാൻ തയ്യാറാണെന്ന് പറയുകയും അങ്ങനെ അവരുടെ എല്ലാം സഹായത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടെ അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു. ഇപ്പോൾ അവർ സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡ്രൈവറുടെ മിന്നൽ വേഗതയിൽ 4:40 എത്തേണ്ട ബസ് 4:15 ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ച് രോഗിയെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സമയോചിത ഇടപെടൽ മൂലം വയോധികൻ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. ഇടുക്കി അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപത്തെ കൊടും വളവ് അപകടഭീതി ഉയർത്തുന്നു. പാതയുടെ ഒരു ഭാഗം കിഴുക്കാന്തൂക്കായ ചെരിവാണ്. ഈ ഭാഗത്ത് സുരക്ഷാ വേലികൾ സ്ഥാപിക്കാത്തതും അപകട കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകട വളവുകളുള്ളത്. കുത്തിറക്കവും കൊടും വളവുകളും അപകട സാധ്യത കൂട്ടുകയാണ്. ദേശീയപാതയാണെങ്കിലും റോഡിന് ഈ ഭാഗത്ത് വേണ്ടത്ര വിസ്തൃതിയില്ല. കുത്തിറക്കത്തിന്റെ ഒരു വശം കിഴുക്കാം തൂക്കായ ചെരിവാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൂടിയായപ്പോൾ കത്തിപ്പാറ കല്ലാർകുട്ടി മേഖലയിൽ അപകടങ്ങൾ പതിവാണ്. വളരെ അഗാധമായ ഒരു ഇറക്കം അവിടെയുണ്ട്. അവിടെ ക്രാഷ് ഗാർഡോ അതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇന്നലെ രാത്രിയിലും ഒരു വണ്ടി അവിടെ വളരെ താഴേക്ക് പതിച്ച സ്ഥിതിയുണ്ട്. ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഒരു ഭാഗ്യം എന്ന് കരുതേണ്ടതുള്ളൂ. പക്ഷേ അവിടെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികാരികൾ ശ്രമിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം തുടർക്കഥയായി മാറുന്ന അവസ്ഥയും ആളപായം ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ട്. റോഡിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ദേശീയപാത അധികൃതർ പക്ഷേ ഇത് മുഖവിലക്കെടുത്തില്ല. കഴിഞ്ഞ ദിവസവും ഒരു കാർ നിയന്ത്രണം തെറ്റി കൊക്കയിലേക്ക് വീണു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും വാഹനം പൂർണ്ണമായി തകർന്നു. ആധുനിക നിലവാരത്തിൽ റോഡ് പൂർത്തീകരിച്ചതിനാൽ വാഹനങ്ങൾ നല്ല വേഗതയിലാണ് കടന്നു പോകുന്നത്. അപകടങ്ങൾക്ക് ശേഷം പരിഹാരം കണ്ടെത്തുന്ന പതിവ് നടപടികൾക്ക് പകരം ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. അടിമാലി ബസ് സ്റ്റാൻഡിലെ കുഴികളും വെള്ളക്കെട്ടും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ ദുരിതമാവുകയാണ്. വാഹനങ്ങൾ പോകുമ്പോൾ ചെളി തെറിക്കുന്നത് കാരണം ആ ഭാഗത്ത് നടന്നു പോകാൻ പോലും കഴിയില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ദിവസവും നിരവധി സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും വന്നു പോകുന്ന അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ യാത്രികരെയും നാട്ടുകാരെയും വലയ്ക്കുകയാണ്. മഴ പെയ്ത് ബസ് സ്റ്റാൻഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിലായി. ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന ഏക ഒരു ബസ് സ്റ്റാൻഡാണ് അടിമാലി ബസ് സ്റ്റാൻഡ്. അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് ഗർത്തങ്ങൾ പോലുള്ള മതിയായ കുഴികൾ. ഇവിടെ ഇന്ന് ദൈനംദിനമായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരും വിദ്യാർത്ഥികളോടൊപ്പം അനേകം ആൾക്കാർക്ക് ആ ഒരു കുഴി വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അവിടെ ഒരു വാഴ നട്ട് പ്രതിഷേധിക്കുകയും അതിനെതിരെ പഞ്ചായത്ത് ഒരു നടപടി പോലും ഇതുവരെ സ്വീകരിച്ചില്ല. ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതിലും വലിയൊരു പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥിരം യാത്രക്കാർക്ക് പുറമെ സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളും മാങ്കുളം മൂന്നാർ പ്രദേശത്തേക്കുള്ള നിരവധി വിനോദസഞ്ചാരികളും അടിമാലിയിലേക്ക് എത്തുന്നുണ്ട്.
വെള്ളം നിറഞ്ഞ കുഴികളിൽ വാഹനങ്ങൾ വീഴുമ്പോൾ യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ദേഹത്തേക്ക് വെള്ളവും ചെളിയും തെറിക്കുന്നത് മൂലം ബസ് ജീവനക്കാരും ജനങ്ങളുമായി വാക്കുതർക്കങ്ങളും പതിവാണ്. ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടണമെന്നും കോൺക്രീറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടച്ച് ജനങ്ങളുടെ ദുരിതം ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥക്കുളം സംരക്ഷിക്കാൻ നടപടിയില്ലെന്ന ആക്ഷേപം. വർഷങ്ങൾ നീണ്ട നവീകരണവും തുടർന്ന് സൗന്ദര്യവൽക്കരണവും നടത്തി ഉദ്ഘാടനം ചെയ്തെങ്കിലും കുളം വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീണ്ടകാലത്തെ ആവശ്യത്തിനൊടുവിലാണ് വർക്കല ചക്രതീർത്ഥക്കുളം നവീകരിക്കാൻ നടപടിയായത്. വർഷങ്ങളെടുത്തായിരുന്നു നവീകരണം. തുടർന്ന് സൗന്ദര്യവൽക്കരിച്ച് മനോഹരമാക്കി. എന്നാൽ തുടർ സംരക്ഷണ പ്രവർത്തനം അനിശ്ചിതത്വത്തിലായതാണ് പ്രതിസന്ധി. ചക്രതീർത്ഥക്കുളം സംരക്ഷിക്കാൻ ഒരു നടപടിയും ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്നില്ലെന്നാണ് ആരോപണം. പകൽ പോലും മദ്യപസംഘം തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. 2023 വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥക്കുളം നവീകരിച്ചത്. കുളത്തിനു ചുറ്റും ഇപ്പോൾ കാട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ആ പരിപാലനതയൊന്നും കാത്തു സൂക്ഷിക്കാതെ ദേവസ്വം ബോർഡ് യാതൊരു രീതിയിലുള്ള ഗൗരവവും ഇവിടെ കാണിക്കുന്നില്ല. കാരണം ഇവിടെയൊക്കെ വളരെ വൃത്തിഹീനമായ സാഹചര്യമാണ്. എവിടെ നോക്കിയാലും ചപ്പ് ചവറുകളും അതുപോലെ തന്നെ ഇവിടെ പുറത്തു നിന്ന് വരുന്ന ആൾക്കാരും ഒക്കെ ഇവിടെ മലമൂത്ര വിസർജന ചെയ്യുകയും വളരെ രൂക്ഷമായ ഗന്ധങ്ങളും മറ്റുമാണ്. ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന്റെ ഈ പരിസരം കൃത്യമായിട്ട് അത് വേലി കെട്ടി സംരക്ഷിക്കുകയും അല്ലെങ്കിൽ ഇതിന് വാച്ചറോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഇവിടെ നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ദേവസ്വം ബോർഡ് വളരെ അനാസ്ഥയാണ് ഈ ക്ഷേത്രകുളത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രിയായാൽ ഈ ഭാഗം ഇരുട്ടിലാകും. കഴിഞ്ഞ ദിവസം കുളക്കടവിൽ പരസ്യമായി മദ്യപിക്കുകയും കുളിക്കാനിറങ്ങുകയും ചെയ്ത യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ക്ഷേത്രക്കുളങ്ങളിൽ തുണി അലക്കുന്നതിന് വിലക്കുണ്ടെങ്കിലും ഇവിടെ നിർബാധം അത് തുടരുന്നുണ്ട്. കുളം സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വർക്കല. തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. പത്മതീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിന്റെ കരാർ ഏറ്റെടുത്തിരുന്ന സതീഷ്, ഭാര്യ ബിന്ദു എന്നിവരെ രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് സൂചന. തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് തമനം റെയിൽവേ ലൈനിന് സമീപത്ത് സതീശൻ കോൺട്രാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന സതീശനും ഭാര്യ ബിന്ദുവുമാണ് മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കാണപ്പെട്ടത്. ഇവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. വിളിച്ചിട്ട് വീട്ടിൽ അനക്കമുണ്ടാകാതിരുന്നതിനെ തുടർന്ന് സംശയം തോന്നി മറ്റുള്ളവർ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ടുപേരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭാര്യ ബിന്ദു ആത്മഹത്യ ചെയ്യുകയായിരുന്നു, തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇവർക്ക് SBയിൽ നിന്ന് 1 കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് പലിശ പെരുകി വലിയൊരു ബാധ്യതയിലേക്ക് കുടുംബം നീങ്ങുകയായിരുന്നു. ഈ ബാധ്യതയാണ് ജീവനൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരെ എത്തിച്ചത് എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമാകുന്ന കാര്യം. പോലീസ് വിശദമായ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പത്മതീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിന്റെ കരാറുകാരൻ ഈ സതീശനായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ പല പ്രധാനപ്പെട്ട സമാനമായിട്ടുള്ള പദ്ധതികളുടെയും കരാർ ഏറ്റെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് സതീശൻ. അങ്ങനെ ഒരാളാണ് സാമ്പത്തികമായ ബാധ്യതകൾ മൂലം പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്ന പശ്ചാത്തലത്തിൽ ഒടുവിൽ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ കുടുംബവുമൊത്ത് തീരുമാനമെടുത്തത്. ഈ സാമ്പത്തിക ബാധ്യതകളെ തുടർന്നാണ് ഇവർ ജീവനെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് കരമന പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാന ആക്രമണമെന്ന് ആവർത്തിച്ച് ഭർത്താവ് ബിനു. തന്നെ ബലിയേടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ബിനു പറയുന്നത്. അതേസമയം സംഭവത്തിൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തും. വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയപ്പോൾ സീതയെ ആന ചവിട്ടിക്കൊന്നു എന്നാണ് ഭർത്താവ് ബിനു പറഞ്ഞത്. എന്നാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സംശയം തോന്നിയ ഡോക്ടർ പോലീസിനോട് ആനയുടെ ആക്രമണമല്ല മരണകാരണം എന്ന വിവരം അറിയിക്കുകയായിരുന്നു. ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ബിനുവിനെതിരെ സംശയം ബലപ്പെട്ടു. തുടർന്ന് പോലീസ് ബിനുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആലപ്പുഴയിൽ പുന്നമട രാജീവ് ജെട്ടിയിൽ 3 അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്നവർ നീന്തി പുറത്തിറങ്ങി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് ബിജോയിയെ പുറത്തെടുത്തത്.
കോഴിക്കോട് അരീക്കാട് ഉറവൻകുളം ക്ഷേത്രക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മാറാട് സ്വദേശി സഞ്ജയ് രാജാണ് മരിച്ചത്. സഹോദരനും കൂട്ടുകാർക്കുമൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന യുവാവിനെ മീഞ്ചന്ത അഗ്നി സുരക്ഷാ നിലയത്തിലെ സ്കൂബ ഡൈവിംഗ് സംഘം രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൌൺസിലർ ദേവരാജന്റെ മകനാണ് സഞ്ജയ്. തിരുവനന്തപുരം നെയ്യാറിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ബാലരാമപുരം സ്വദേശി ഷഹബാസാണ് അപകടത്തിൽപ്പെട്ടത്. യുവാവ് മരക്കൊമ്പിൽ പിടിച്ചു നിന്നത് കാരണം അപകടം ഒഴിവാകുകയായിരുന്നു. ഇന്നലെ നെയ്യാറ്റിൻകര അരുവിപ്പുറം ബലിക്കടവിന് സമീപം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് സംഭവം. മാരായമുട്ടം പോലീസും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. നിലമ്പൂരിലെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അവസാന ലാപ്പിൽ നിലമ്പൂരിൽ വന്യജീവി ആക്രമണവും മലയോര കർഷകരുടെ പ്രശ്നങ്ങളുമൊക്കെ കോൺഗ്രസ് ചർച്ചയാക്കുന്നുണ്ട്. വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ സംഗമം ഇന്നലെ നിലമ്പൂരിൽ സംഘടിപ്പിച്ചു. നിലമ്പൂർ മമ്പാട് സ്വദേശി കബീർ അലിക്ക് ഞായറാഴ്ചയാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കബീർ അലി ആംബുലൻസിൽ വന്നാണ് നിലമ്പൂരിലെ സംഗമത്തിൽ പങ്കെടുത്തത്. സർക്കാരിനോട് കബീർ അലിക്ക് പറയാനുള്ളത് ഇതാണ്. വന്യജീവിന്റെ ശല്യം വല്ലാണ്ടുണ്ട്. നമ്മുടെ നാട്ടില് വല്ലാണ്ടുണ്ട്. പന്നികളെ ശല്യമുണ്ട്, അതേപോലെ പിന്നെ നായ്ക്കളെ ശല്യമുണ്ട്. ഇവിടെ പുലി ഇറങ്ങിയിരുന്നു പടത്ത്. പൊതുവെ ഭയങ്കര ശല്യമുണ്ട്. സർക്കാർ ഇടപെടണം. മലയോര മേഖലയിലെ ജനങ്ങളെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തെന്ന് വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മലയോരത്തെ ജനങ്ങളെല്ലാം ഭീതിയിലാണ് അല്ലേ? എപ്പോ ആന ഇറങ്ങാം? ഈ മിനിയാന്നൂടെ കടുവിറങ്ങി, പുലി ഇറങ്ങി, ആന ചവിട്ടിക്കൊല്ലിയാണ് ആളില്ലേ. എന്തൊരു ക്രൂരതയാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. എല്ലാവരും കൃഷി നശിച്ചു അല്ലേ? പശുവിനെ കിടന്നാ ജീവിക്കുന്നത്. ആ പാല് കൊടുക്കാൻ പറ്റുന്നില്ല, കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പേടിയാണ്, ഭീതിയിലാണ് ആളുകൾ മുഴുവൻ ജീവിക്കുന്നത്. ആ ഭയത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആനയ്ക്കും കടുവയ്ക്കും പുലിക്കും പന്നിക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. UDF അധികാരത്തിൽ വന്നാൽ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കില്ല. എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ചെയ്യുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. UDFിലെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്യജീവി ആക്രമണത്തിൽ ഇരകളായവരും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 നിലമ്പൂർ. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില ഗ്രാമിന് 22 കാരറ്റ് 9,320 രൂപ, പവന് 74,560 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,670 രൂപ, പവന് 61,360 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഗ്രാം ഡയമണ്ട്സ് 118. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി സകലമാന കേരളം കാണാം.